ഈ ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഹിന്ദു വിഭാഗത്തിൽ, അതായത് ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാരാണുള്ളത്. അതിൻ്റെ പുറകെ ചില പ്രത്യേക ഏരിയയിൽ, ഉദാഹരണത്തിന് എടത്തല പഞ്ചായത്ത് ഗണ്യമായിട്ട് മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന കീഴ്മാട് പഞ്ചായത്തിലും മുസ്ലിം ഭൂരിപക്ഷമല്ല, അവർ സാമാന്യമായിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളുടെ ചെങ്ങമനാട് പഞ്ചായത്തിൽ വളരെയധികം ഇല്ല, എന്നാലും ഉണ്ട്. ശ്രീമൂലം പഞ്ചായത്തിലുമുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആലുവ മുനിസിപ്പാലിറ്റി, അവിടെ ഭൂരിപക്ഷമില്ല. പിന്നെ കാഞ്ഞൂർ പഞ്ചായത്തിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലുമുണ്ട്. മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളുള്ളത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഴുവൻ സ്ഥലത്തും UDF ജയിക്കുകയാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ UDF ആയിട്ട് മത്സരിച്ച് ജയിക്കും. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയുമോ? മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും വൈസ് ചെയർമാനും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷം, മറ്റേ മുസ്ലിം ന്യൂനപക്ഷം. എടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, അതുപോലെ കീഴ്മാട് പഞ്ചായത്ത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീമൂലം പഞ്ചായത്ത്, എല്ലാ സ്ഥലത്തും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ഒറ്റ പഞ്ചായത്ത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. കാരണം ഇടത്തല പഞ്ചായത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇടത്തല പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനുമാണ്. മുസ്ലിങ്ങൾ കുറച്ച് അധികമുള്ള സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുസ്ലിം ലീഗ് 5 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു കോടി ചിഹ്നത്തിൽ. 5-ൽ 4 പേര് തോറ്റുപോയി. 4 പേര് തോറ്റുപോയി. അവസാനം ഈ വനിതാ വാർഡിൽ, അത് പട്ടികജാതിക്കാർക്ക് സമരം ചെയ്ത സീറ്റാന്ന്, മുസ്ലിം ലീഗിൻ്റെ പട്ടികജാതിക്കാരിയായ ഒരു സ്ത്രീ ജയിച്ചു. അവരെ വൈസ് പ്രസിഡൻ്റാക്കി. അങ്ങനെ ഈ എടത്തല പഞ്ചായത്തിലെ പട്ടികജാതിക്കാരിയായ മുസ്ലിം ലീഗുകാരിയായ ഒരു സ്ത്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു? എല്ലാ ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഇനി വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞാണോ തെറ്റ്, അതോ കോൺഗ്രസ്സുകാർ ചെയ്താണോ തെറ്റ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇനി ഇത് കേൾക്കുന്നവർ ഒരു കാര്യവും മനസ്സിലാക്കണം. ഇനി പ്രസിഡന്റുമാരാകാൻ യോഗ്യതയുള്ള ആളുകളില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ചൂർണിക്കര പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് KK ശിവാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ശ്രീനാരായണ സമുദായക്കാരനാണ്, സീനിയർ മെമ്പറാണ്. പുള്ളി പ്രസിഡൻ്റ് ആവുന്നതാണ്. അയാൾ 4ാം തവണയോ മറ്റോ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ച ആളാണ്. ഒരു അഴിമതിക്കാരനല്ലാത്ത പൊതുപ്രവർത്തകരാണ്, ജനസ്വീകാരനായിട്ടുള്ള ആളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് പറ്റി? ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് ജയിച്ച നസീർ ചൂർണിക്കര എന്ന് പറഞ്ഞൊരു വിദ്വാനെ പ്രസിഡൻ്റാക്കി. എന്താ കാര്യം? അയാൾ MLA ഒരു പ്രധാനപ്പെട്ട സിൽബന്തിയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞതല്ല, പത്രത്തിലൊക്കെ വന്നാൽ ഇന്ന ദിവസം വരെ ആരും നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നിഷേധിക്കുക? കേരള കൗമുദിലും വന്നു, മാതൃഭൂമിയിലും വന്നു. ഏതാണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള വാർത്ത 2 പത്രത്തിലും വന്നു. മനോരമയിൽ വന്നില്ല, മാധ്യമത്തിലും വന്നില്ല. പക്ഷേ ഈ പത്രങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ചില ജാതിയും മതവും സമുദായമൊക്കെ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇത് അവിടുത്തെ SNDPയുടെ ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പത്ര കട്ടിങ്ങുകൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ സമയത്ത് കൽക്കട്ടയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, 3 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ, മഹാനായ അൻവർ സാദത്ത് ഇനി നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരും. ആലുവ മണ്ഡലത്തിൽ ആർക്കാണ് ഭൂരിപക്ഷം, ഏത് സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം? അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം ഇപ്പം പറയും, ഞാൻ ജനാധിപത്യവും മതേതരത്വവും നെഹ്റുവിയൻ സോഷ്യലിസവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. നമ്മുടെ മഹത്തായ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ 4ാമതും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, ഈ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാത്രം മതിയോ സാദത്തെ? അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും കണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മതി. ഇത് ചോദിക്കേണ്ട സമയത്ത് ആൾക്കാർ ചോദിക്കില്ല, അവിടെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ സാദത്തെ എൻ്റെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും, സാദത്തെ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ? വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാണോ തെറ്റ്, നിങ്ങൾ ചെയ്താണോ തെറ്റ്? അപ്പോൾ സാദത്ത് പറയും, എൻ്റെ പൊട്ടി ചേട്ടാ, ഞാൻ നിരപരാധിയാണ്, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനല്ല, ഇത് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് തമ്മിൽ വീതം വെച്ച് വന്നപ്പോൾ സീറ്റുകളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കണമെന്ന് അക്കമഡേറ്റ് ചെയ്യേണ്ട എന്ന് പറയും. ഇത് തന്നെയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ രാജി സന്തോഷ് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ സ്വീകാര്യതയുള്ള ഒരു പൊതുപ്രവർത്തകയുണ്ട്. അവർ കഴിഞ്ഞവിടെ ഇവിടെ ചൂർണിക്കര പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്നാണ്. അവർക്ക് സംഭവിച്ചത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ധനേഷ് എന്ന് പറഞ്ഞൊരാളുടെ, അദ്ദേഹത്തിനും അവസാനം പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോൾ രണ്ടും ഇതുപോലെ അടിച്ചുപോയി. ഇങ്ങനെ പ്രസിഡൻ്റല്ല, വൈസ് പ്രസിഡന്റ് വനിതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് ഈ സ്ഥലത്ത് മുഴുവൻ നടക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ അങ്കമാലി ഭേദം കേട്ടോ. അങ്കമാലിയിൽ ക്രിസ്ത്യാനികൾക്ക് കുറച്ചുകൂടി മേൽക്കൈയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഒന്നിലധികം പഞ്ചായത്തുകളിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ട്. പറവൂരും മറ്റേ അവിടെയൊക്കെ കുറേ വ്യത്യാസമുണ്ട്.
കളമശ്ശേരിയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഇത് മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതാണ് നടന്നേക്കുന്നത്. നിങ്ങൾ ആ കണക്കൊന്ന് എടുത്ത് നോക്ക്. ഓക്കെ. ഇനി ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് സീറ്റ് കൊടുത്തപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി പോലും ക്രിസ്ത്യാനികളെക്കാൾ മുസ്ലിങ്ങളെക്കാൾ വളരെ കൂടുതൽ, ക്രിസ്ത്യാനികളെക്കാൾ അല്പം കൂടി കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാരുള്ളത്. പക്ഷേ സീറ്റ് കൊടുത്തപ്പോൾ എന്താ സ്ഥിതി അറിയാമോ? 26 ഡിവിഷനുള്ളത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു എല്ലാവരും. ഓക്കെ. 3 പേർ മുസ്ലിങ്ങളാണ്, 5 പേർ ഹിന്ദുക്കളാണ്. ബാക്കി 26-ൽ ബാക്കി ആളുകളെല്ലാം 18 പേരും 5, 3, 8 കഴിഞ്ഞാൽ 18 പേരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോ തെറ്റ്? പുള്ളി പറഞ്ഞില്ലെങ്കിലാണ് തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം.